പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാട്ടാ. അലൈറ്റ് മാളിൻ്റെ മുന്നിലാണ് ഉള്ളത്. അലൈറ്റ് മാളിന് ഇപ്പോൾ കോഴിക്കോട്ടുകാരൊക്കെ പറഞ്ഞാൽ അത്ര ഫേമസ് ആണ്. കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കൊക്കെ അറിയാം. അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു മാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ളൊരു മാൾ കൂടിയാണ്. ഈ തിരക്കൊക്കെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ഫ്ലൈ ഓവറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഫ്ലൈ ഓവർ വന്നാൽ കംപ്ലീറ്റ് തിരക്ക് പോവും. അതുപോലെ തന്നെ മാളിക്ക് വരുന്ന തിരക്കും കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മാളിക്കായി വരുന്നവർ മാത്രം പിന്നെ മാളിക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഇതിലൂടെ പോണ യാത്രക്കാരൊക്കെ മാളിയിൽ കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇനി അതെന്തായാലും ഫ്ലൈ ഓവറിന് മേലെ കയറിയ ആൾക്കാർ പിന്നെ കയറാൻ സാധ്യത കുറവാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നില്ലേ, ഇവിടുത്തെ കംപ്ലീറ്റ് വർക്ക് ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് ചില സ്ഥലത്തൊക്കെ ഇടുന്നുണ്ട്, ഷീറ്റ് വിരിക്കണമൊക്കെ തിരക്കാണ്. അതിൻ്റെ തൊട്ടപ്പം തന്നെ 3 ലൈൻ കൂടി വരുന്നുണ്ട്. ഇത് 3 ലൈനിൻ്റെ വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പൈലിങ്ങും കാര്യങ്ങളും അയച്ച് ഗട്ടർ വെക്കാനുള്ള ഒരു പരിപാടിയിൽ ആ സ്റ്റേജിലേക്ക് എത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ഇനിയിപ്പോൾ അപ്പുറത്താക്കും. ആദ്യം ഇവിടുത്തെ വർക്കാണ് അവസാനിപ്പിച്ചതാണ്. കണ്ടില്ല, അപ്പോൾ നമ്മൾ പോകുന്നിപ്പോൾ സർവീസ് റോഡിൽ കൂടെ പോയോണ്ടിരിക്കണം കേട്ടോ. അവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ ആദ്യം തന്നെ അത് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലൈ ഓവറാണ് കേട്ടോ. ഈ ഫ്ലൈ ഓവറിന്റെ മേലൊക്കെ കയറി നമുക്ക് പിന്നീട് താഴത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. പിന്നെ അങ്ങനെ പോയോണ്ടിരിക്കും. നമ്മളിപ്പോൾ കോഴിക്കോട് വലിയ മുട്ടായി തെരുവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സ്ഥലം പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളങ്ങനെ പോയോണ്ടിരിക്കും. അതുപോലെ തന്നെ മാള്, ബീച്ച് ഏരിയ, കോഴിക്കോട് ബീച്ചൊക്കെ ഉള്ളതല്ലേ. അല്ല കോഴിക്കോട് നല്ലൊരു ഫുഡ് അടിച്ച് പോകാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ വരുന്നുണ്ടാവുക. വല്ല കാസർഗോഡ് കണ്ണൂരൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അവർക്ക് മനസ്സിലാവും ഇങ്ങനെ കൂടെ പോകാന്നൊക്കെ. അല്ലാതെ ഈ ഫ്ലൈ ഓവറിന് മേലെ വെച്ചാണ് കീറുട്ടാ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റാകുമ്പോൾ പിന്നെ തിരക്കും സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ പോയി കഴിക്കാം, പതുക്കെ പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കാം. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാലും പഴയൊരു സ്പീഡ് കാണാനില്ല കേട്ടോ. ആദ്യം ഒന്നും നല്ല രീതിയിൽ സ്പീഡൊക്കെ ആയിട്ട് വർക്ക് നടന്നു. മഴയുടെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ പ്രശ്നമാക്കിയതുകൊണ്ട് തോന്നുന്നുണ്ട് അത്ര ഒരു ഫാസ്റ്റായിട്ട് വർക്കുള്ള കാണാനില്ല. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് പറഞ്ഞാൽ അത്യാവശ്യം താഴത്ത് കൂടെ ഒന്ന് പോകണം കേട്ടോ. നല്ല അടി കൂടെ സർവീസ് റോഡൊക്കെ പോകുന്നത്. ഇവിടൊക്കെ ഇതാ ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞു. അതിൽ കൂടെ വണ്ടികളെ തിരിച്ചു വിടുന്നു. ഇനി സർവീസ് റോഡിന്റെ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിൽ ഇതേപോലെ 3 ലൈൻ്റെ വർക്ക് കൂടി തീർക്കാണ്ട്. അവിടെ 3 ലൈൻ്റെ വർക്ക് ഏകദേശമൊക്കെ ആരംഭിച്ചിരുന്നു. കോൺക്രീറ്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് 3 ലൈനിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ട് അതിൽ കൂടെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവിടെയും കഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ ഏകദേശമൊക്കെ 6 ലൈനിൻ്റെ വർക്ക് അവസാനിക്കാനായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഇനി എന്തൊക്കെ ചെയ്യാമെന്ന് അറിയില്ല. മറ്റുള്ളവരുടെ മലപ്പുറത്തെ കണ്ട പോലെ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കാമെന്ന് അറിയില്ല. തൊണ്ടാട് ഫ്ലൈ ഓവറാണ്. ഇതും അത്യാവശ്യം തിരക്കുള്ള ഒരു ഫ്ലൈ ഓവർ കൂടിയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇനി കണ്ടില്ലേ കോൺക്രീറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള വർക്ക് തന്നെ ടാറിങ് മാത്രമാണ് ഉള്ളത് കേട്ടോ. പഴയ പാലത്തിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് സൈഡിൽ 3 ലൈനിൻ്റെ വർക്ക് അവസാനിച്ചിരുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ടാറിങ് ഉള്ളൂ. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കേട്ടോ.
പാലത്തിന്റെ അവസാന ഭാഗമെത്തുമ്പോൾ കണ്ടില്ലേ കമ്പികളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി കുറെ കമ്പികൾ വിരിക്കാണ്ട് ഇനി കോൺക്രീറ്റ് ചെയ്യാണ്ട് ട്ടോ. അപ്പൊ ആ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് അവസാനിച്ച് എന്ന് വിചാരിച്ചു അവിടെ നോക്കിയപ്പോൾ. നോക്കുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് അവസാനിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ കമ്പി ഇട്ടിട്ടുള്ളൂ. ഇനി കോൺക്രീറ്റ് ആണ് ഉള്ളത്, എന്നാലും അത്യാവശ്യം രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പണിക്കാരും ഒക്കെ ഉണ്ട്. മഴയായിട്ടും ഒരു വർക്ക് നടക്കണ കാണാണ്ട് ഇവിടെയൊക്കെ. കണ്ടില്ലേ എന്ത് തിക്കൻസാ നോക്കിയേ. ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അവര്. ഷീറ്റിന്റെ മേലെയാണ് ഇപ്പോൾ കമ്പിയൊക്കെ ഇട്ടിട്ടാണ് വർക്ക് നടക്കുന്നത്. തൊണ്ടാട് ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വർക്ക് നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ വർക്ക് കുറേ നിരത്തിയോടത്തൊക്കെ കംപ്ലീറ്റ് വലിയ വലിയ ലോറികളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ അവരെ റൂംസ്, ഗട്ടറുകൾ ഒക്കെ കാണാണ്ട് ഇവിടെ. കണ്ടില്ലേ ഇതെന്തിനാണ് നിങ്ങളൊന്ന് പറയട്ടെ. എല്ലാത്തിൻ്റെ മേലും ഒരു ഡ്രം വെച്ചിട്ടുണ്ടോ? അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കേട്ടോ എന്തിനാണ് വെച്ചിക്കണെന്ന്. പിന്നെ ആണല്ലോ ഇവിടെ നല്ല രീതിയിൽ തന്നെ കെട്ടേണ്ട വർക്കും രണ്ട് സൈഡിൽ നിന്നുള്ള റോഡിൻ്റെ വർക്കും അതുപോലെ ഒരു സൈഡ് റോഡ് വർക്ക് കഴിഞ്ഞിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.